സത്യ കല്ലൂർക്കാടന്റെ അഞ്ചാമത്തെ അനിയൻ. ഇങ്ങനെ കൊണ്ടുപോകണം നിന്റെ ഒരു എണ്ണല്. കല്ലൂക്കാരന്മാരായിട്ട് കളിക്കാനുള്ളത് മുലപ്പാല് വേണ്ട, കേവലം നിപ്പിൾ പാല് കുടിച്ചിട്ടുള്ള മാരാണ് ഏറി വാടാ. അരി മേടിക്കാൻ വന്നതാ. ഇത് വെച്ചോ, സ്പെഷ്യൽ മേടിച്ചോ 2 കിലോ. എന്താ പേര്? കൊച്ചു കള്ളോ. ഹലോ, ആ തീയന്തോന്ന് ആടോ. ഹലോ, ഒന്നുകൂടെ വന്നേ. ഇങ്ങനെ ആടോ. ഇവിടെ പുതിയതാണല്ലേ? പഴയതാ, 10-28 വർഷത്തെ പഴക്കം കാണും. എന്താ പേര്? കല്ലൂർക്കാടന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? കല്ലൂർക്കാടന്മാരുടെ 5ാമത്തെ അനിയൻ സത്യ. നീയാണ് 5ാമത്തെ തെണ്ടി അല്ലേ? കല്ലൂക്കാരന്റെ 5ാമത്തെ അനിയ. ഒന്ന് നിന്നേ. കല്ലൂക്കാരന്റെ സ്വന്തം അനിയനാണോ? എന്താ സംശയം? വെറുതെ ചോദിച്ചാ. എനിക്കൊരു സഹായം ചെയ്യൂ, ഒരു ചെറിയ സഹായം. എന്താ, ആരെങ്കിലും കൊല്ലാനാണോ? അതിനൊന്നല്ല. ഇതാ നോക്ക്, ആ ഇരിക്കുന്ന ആളെ കാണാം. ഏതാ വീപ്പ് കുറ്റിയോ? അതെ, അത് തന്നെ. അയാളെ നാവ് പിടിച്ചു വലിച്ച് മുഖം അടിച്ച് പൊളിക്കണം. ഒരു 1000 ഉറുപ്പിക ഞാൻ തരാം. ഒരു 2000 രൂപ. 2000 ഇട്. ചേട്ടൻ, എനിക്കൊരു സഹായം ചെയ്യണം. ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു. ചേട്ടൻ നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെകിടത്തൊരു അടി തരാന്ന്. സാധിച്ചു തരണം. എന്ത് തരും? എന്ത് വേണം? എന്ത് തരും? ഒരു 100 രൂപ. 500 രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം. ഒരടിക്ക് 500 രൂപയോ? ഒരടിക്ക് 500 രൂപ കുറഞ്ഞാൽ വാങ്ങിക്കാറില്ല. 100, 200, 300, 400, 500. പിടി. ഇതെന്ത് പാട്ട്? ഈ പാട്ടിന്ന് ഇവരാരും കേട്ടിട്ടില്ല. നാക്ക് പുറത്തേക്ക് പിടി. 100 രൂപ ടിപ്പ്. മുട്ട അടിച്ചോ? എന്റെ ഗഫൂറേ, ഇപ്പൊ ഒരു രസമുണ്ടായടാ. ഒരുത്തം വന്ന് എന്റെ കരണക്കുറ്റിക്കൊണ്ട് ഒരു അടി തന്നു. ഞാൻ 500 രൂപ വേണമെന്ന് പറഞ്ഞു. അവ 600 രൂപ തന്നിട്ട് പോയി പണ്ട. ഇതാ പറയുന്നത്, ബുദ്ധി വേണം കാശുണ്ടാക്കാൻ. എന്നാ പിന്നെ മറ്റേ കരണക്കുറ്റിയും കാറ്റ് കൊടുത്തു 500 രൂപ കൂടി വാങ്ങണ്ടേ? അതിനോ പോയില്ലേ? എന്റെ പൊന്നാര വർക്കി, അതാണ് 5ാമത്തെ അനിയൻ സത്യ. ചേട്ടാ, അറിയാൻ പാടില്ല, എനിക്കൊരു തെറ്റ് പറ്റിയത് എന്നോട് ക്ഷമിക്കണം ചേട്ടാ. അയ്യോ, അങ്ങനെ അയ്യോ, ദേവി ആരണം. ചവിട്ടടാ. ഇതെന്താണ് സ്കൂൾ വിട്ട് പറഞ്ഞ മാതിരി? ചവിട്ടടാ തണ്ടി. ചവിട്ടാ പാടി. ഒരു വീക്കാൻ പറ്റണം. അച്ഛനൊന്ന് അങ്ങോട്ട് നോക്കിക്കേ. ഗഫൂർക്കുണ്ടോ? ഗഫൂർഖാന്റെ ആരാ? ഭാര്യയാ. ഇതെന്റെ മക്കളാ. ഇതെന്താ അങ്ങനെ പായ കൊടുത്ത്? അത് കിടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ഉടുത്തോണ്ട് നിക്ക. ബാപ്പ, ഇത് ആരാ പാപ്പ? ബാപ്പന്റെ കൂടെ ജോലി ചെയ്യുന്നവരാ? ഇത് വർക്കി മാമ, ഇത് ബാലൻ മാമ, ഇത് ലൂക്കോ മാമ. എല്ലാം ബാപ്പന്റെ ഫ്രണ്ട്സാ.
ഇന്നെന്താ നിങ്ങള് കമ്പനി പോയില്ലേ? കമ്പനി ഈ മാസം ഇനി കൊട്ടേഷൻ ഇല്ല, അടുത്ത മാസം ചിലപ്പോ കട്ടേക്കും. അതെ ഒന്ന് വന്ന് എന്റെ ശരിക്കുള്ള പണി എന്താന്ന് എന്റെ മക്കൾക്ക് അറിയില്ല. അതറിഞ്ഞ ഒരു ബേജാറാവും. പഠിച്ചോന്ന് വിചാരിച്ച ഓല അത് അറിയിക്കരുത്. വാ. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 9ലാ. അതെ, ഞാൻ ഇവരെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടിട്ട് വരാം. ഒന്നിക്ക് ഓ ടൗണിൽ കൊണ്ടുപോയി ആ. ഓരോ ബിരിയാണി വാങ്ങിക്കൊടുത്ത് സിനിമയും കാണിച്ച് ജോലിയാക്കിട്ട് വായിച്ചിട്ടാ. ആ വരി. അട്ട നേരാക്കിട്ട് ബാങ്ക് കൊടുക്കാൻ നേരെ. ഹായ്, ഇതെന്താ ഉഷ്ണ നമുക്കൊരു ബിയറും കാച്ചാലോ? ആ കോപ്പ കിട്ടുന്ന സാധനം. കോപ്പയെ കിട്ടുന്ന സാധനമോ? അതന്നെ, ആ ചോപ്പ് നിറത്തുള്ള ആ കോഴിച്ചാറേ. ഓ, ചില്ലി ചിക്കൻ. എന്തുട്ട് പണ്ടാണെങ്കിലും കൊണ്ടുപോടാ ശവി. ഒരു ചില്ലി ചിക്കൻ. ഒരു ബിയറും വീശി താൻ പറഞ്ഞ ചിക്കനും കഴിച്ച് ഒരു വിൽസി സിസറും വലിച്ച ഹായ് ഉഷാറായി. എന്താണ് അവിടെ പരിപാടി? എണീക്കടാ എണീക്കടാ, പോടാ. എന്താണ് നിനക്കൊന്നും പറഞ്ഞില്ല? പോടാ പോടാ പോടാ, എണീറ്റ് പോടാ. പറഞ്ഞെങ്കിൽ നിന്നൊക്കെ മാറ്റി വിടണം. എണീറ്റ് പോടാ. അയ്യോ അയ്യോ, നിന്റെ അടുത്തേക്ക് ഞാൻ സെപ്പറേറ്റ് പറയണം. എണീറ്റ് പോണം. പോടാ പോടാ പോടാ. ഏതവനടെ കല്ലൂർക്കാരനെ കണ്ടപ്പോ എണീക്കാൻ ഒരു മടി. എന്താണ് നിനക്ക് മൂലപ്പൂരിനെ സൂണ്ട? എനിക്കിഷ്ടായി. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. ഞാനൊരു അസിസ്റ്റന്റിനെ തപ്പിക്കൊണ്ട് കിടക്കാണ്. എന്താ പേര്? എന്തുട്ടാ നിന്റെ പേര്? തൃശ്ശൂക്കാരനാണ് കടിയേ. കല്ലൂക്കാരന്മാരെന്ന് കേട്ടിട്ടുണ്ടാ? നപ്പ് സാധനങ്ങൾ ഇഷ്ട അസലിടിയാ? ഇല്ല, കേട്ടിട്ടില്ല. അയ്യേ, അപ്പൊ പോയില്ലേ? ഈ നാട്ടെന്നല്ലേ? കണ്ടപ്പോഴേ തോന്നി. കല്ലൂർക്കാടന്മാരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അത്ര ആൾക്കാരും യൂറിൻ പാസ് ചെയ്യും. കല്ലൂർക്കാരന്റെ ആരാ? കല്ലൂർക്കാടന്റെ ആരാന്നോ? കല്ലൂർക്കാടന്റെ 5ാമത്തെ അനിയൻ. പേര് സത്യ. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ എന്നെ പേടിയാ. കല്ലൂർക്കാരന്റെ സ്വന്തം അനിയനാ? എന്താ സംശയം? സ്വന്തം അനിയനാ. ഒരു അച്ഛൻ പറ്റ 2 മക്കള്. ഞാനും കല്ലൂർക്കാരനും തമ്മിൽ വെരി ക്ലോസ് ബ്രദേഴ്സാ. ചേട്ടനാരാ? എന്റെ പേര് ബാലൻ. വെറും ബാലനാ? ഇനീഷിലൊന്നും ഇടകടിയേ? ഇല്ല. ആ, എന്നാ കുടുംബപ്പേര് കാണാതിരിക്കില്ലല്ലോ? അതുമില്ലേ? ഉണ്ട്. കല്ലൂർക്കാട്. കല്ലൂർക്കാടൻ ബാലൻ. ഓഹോ. അയ്യോ ബാലേട്ടാ, അയ്യോ ബാലേട്ടാ, ഞാൻ ചമ്മി ബാലേട്ടാ. ബാലേട്ടാ എന്നെ മാറി നാറ്റിക്കരുത്. മാറി നാറിയ മഹാപോറ ബാലേട്ടാ. ബാലേട്ടനെ മേയിച്ചെടുത്തോണ്ടെങ്കിൽ മനസ്സിലായില്ല ബാലേട്ടാ. ഞാൻ എല്ലാം പറയാം. ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാം പറയാം. ബാലേട്ടാ വാ ബാലേട്ടാ. ഭാര്യയ്ക്കും മക്കൾക്കും ബിരിയാണി മേടിച്ചു കൊടുത്ത് കിടന്നുറങ്ങാണ് മയ്യത്ത് പോലെ. മയ്യത്ത് പോലെ കിടക്കണത് എന്റെ വാപ്പന്റെ ശൈത്താനെ ഇപ്പൊ കുച്ചി. മോനെ, ഇപ്പൊ സമയത്തായി 11 കാണും. 12 മണിയാവാൻ ഇനി എത്ര മണിക്കൂർ കൂടി വേണം? 12 മണിയാകാൻ ഇനി തലപ്പടിക്കൽ പോയി കൂലിപ്പണി എടുത്ത് ജീവിച്ചോളാം. വിശ്വസിക്കരുത്, ഇതിന്റെ ട്രിക്കാണ്. ഓരടി ഒഴിഞ്ഞതല്ല ഞാൻ ഉണ്ടാക്കാൻ. അയ്യോ, ഞാനവനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നേ. എന്റെ അമ്മയുടെ പകലൊരു അനിയത്തിന്റെ മോനാണേ, നമ്മുടെ ശാലിച്ചയുടെ മോൻ. ഇവന്റെ വീട്ടിലെ കൊറേ ഉപ്പും ചോറും ഞാൻ തിന്നിട്ടുള്ള.
ഞാൻ ആരും ഇടുമ്പഴേ ഇവന്താ ഇത്രേ ഉള്ളൂ, ഒരു കറുത്ത പന്നിക്കുടിയുടെ അത്രയും. ഇപ്പൊ വലുതായി. സൂത്രക്കാരനാ. ആ, ഇനി ഇവൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇനി നമ്മൾ 4 അല്ല 5 ആളാ. പന്നി കൂടുതൽ ഇവിടെ കിടന്ന് ഷെയിൻ ചെയ്താലുണ്ടല്ലോ ഇടിച്ചതിന്റെ ബോൾട്ടേനളക്കും. പോടത്തടിയാ. അയ്യോ നിനക്ക് ഞാൻ 10 രൂപ തരും. 10 lakhs. എന്താടാ, നിനക്ക് വിശ്വാസമായില്ലേ? ആശാൻ വെറുതെ ആളെ കൊതിപ്പിക്കല്ലേ. സത്യമായിട്ടും അതേടാ. നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ തരും, അതും ഈ കൈകൊണ്ട്. ആശാൻ എന്തായി പറയുന്നേ? ഈ ഭൂമിയിൽ നിനക്കും നിന്റെ പിള്ളേർക്കും മാത്രമേ ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ കഴിയൂ. അതുകൊണ്ടാ ഈ പാതിരാത്രി തന്നെ നിന്നെ തേടി ഞാൻ വന്നത്. ആശാൻ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. നീ ഒരാളെ കൊല്ലണം. കൊല്ലാനോ? കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ആശാനെ. എന്താ, നിനക്കതിന് ധൈര്യമില്ലേ? ധൈര്യമില്ലാഞ്ഞിട്ടല്ല, അത് വേണ്ട ആശാനെ. പഠിക്കണം, എല്ലാം പഠിക്കണം. നീ എന്റെ കൂടെ വരുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്തൊരു പയ്യനായിരുന്നു. നീ എങ്ങനെയെങ്കിലും ബാലനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. ബാലനെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. പക്ഷെ കക്ഷി ആരാ? ആണല്ല, പെണ്ണാ. പെണ്ണാ? അല്പം കുഴപ്പം പിടിച്ച കേസാ. കേട്ടിട്ടുണ്ടോ മാറാശ്ശേരി മന? കൊല്ലേണ്ടത് മഞ്ചാടിക്കരയിലെ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ മകൾ യമുന. സംഗതി നീ വിചാരിച്ചാൽ എളുപ്പമാണ്. പണി കഴിഞ്ഞ് ഓഫീസിലേക്ക് നീ വന്നാൽ പണം ഞാൻ അവിടെ തരും. 10 ലക്ഷം രൂപ. ധൃതിയില്ല, ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതി. ആരാണ് ഇതിന്റെ പിന്നിൽ? എടാ വർക്കി, നമ്മൾ കൊട്ടേഷൻകാരെ പോലീസ് കൊണ്ടുപോയി തല്ലിച്ചതച്ചാലും കൊല്ലാൻ ഏൽപ്പിച്ചവനെയോ കൊന്നതെന്തിനാണെന്നോ പറയില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? $10 ലക്ഷം. 1 ലക്ഷം രൂപ. അതായത് ടോട്ടലി 1 lakh. ഒരാൾക്ക് 20,000 രൂപ ചങ്ങ തരും. കൊച്ചു കള്ള 20,000 രൂപ കിട്ടാൻ പാടല്ലേ? എനിക്കൊന്ന് തരും. ഇത്രയും സുന്ദരിയായ പെണ്ണിനെ കൊല്ലുന്നതിന് 20,000 ഉലുവയോ? എന്താ സൗന്ദര്യം കുറഞ്ഞ കാശ് ഓർക്കുക? 20,000 ഉറുപ്പ്യക്ക് ആ പെണ്ണിനെ കൊല്ലാൻ എന്റെ ബാപ്പ വരും. നിങ്ങൾ വാപ്പനപ്പോ വിളിച്ചിട്ടോ? അല്ല, ബാപ്പ മരിച്ചിട്ട് 40 കൊല്ലായി പള്ളിക്കാട്ടില്ല. അത് ശരി. അപ്പൊ വാപ്പ മരിച്ചതിന് ശേഷമാണ് താൻ ജനിച്ചത്? ആ ബാപ്പ എമ്മയും മരിച്ചു 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായത്. ഈ പെണ്ണിനെ കൊല്ലണമെങ്കിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ഒരു പൈസ കിട്ടത്തില്ല. 1 ലക്ഷം ഉറുപ്പ്യ 1 ലക്ഷം ഉറുപ്പ്യ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ. ഇതിലെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. ഏയ്, സത്യമായിട്ട് 1 ലക്ഷം രൂപയാണ്. എന്നാണ് സത്യം? ഞാൻ പറയുന്ന നുണയാണെങ്കിൽ തന്റെ തല എടുത്തി വിട്ടെ. പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാ മതി. ഓരോരുത്തരായി ചോദിക്കാണ്. എന്താ അതിന്റെ അഭിപ്രായം? 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ ആര് പറഞ്ഞു? 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഞാനില്ല. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ആ. എന്നാ പോ. ഒരു കുരിശൊഴിഞ്ഞ് ഇനി പള്ളിക്കാരനെ ഇങ്ങോട്ട് വാ. വരുന്നോ? മഞ്ചാടിക്കരയിലെ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ മോള് യമുനയെ കൊല്ലാനല്ലേ? ഞാനില്ല. അടുത്ത കുരിശും പോയി. വേറൊരുത്തം വന്നിട്ടുണ്ടല്ലോ. എന്താ അവന്റെ പേര്? കള്ളാന്നാ നുണയാന്നാ? നുണയനൊന്നല്ല, സത്യനാരായണൻ ബികോം. എന്ത് കോപ്പെങ്കിലും ആകട്ടെ, എന്താ നിന്റെ പരിപാടി? മഞ്ചാടിക്കരയിൽ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ മകൾ യമുനയെ ഞെക്കിക്കൊല്ലാൻ ഞാൻ അത്രയ്ക്ക് നക്കിയല്ല ചേട്ടാ. പൂണൂലിട്ടൊരു ബ്രാഹ്മണനാണ് ഞാൻ. കൊല എന്ന് പറഞ്ഞ സാധനം ഞങ്ങളുടെ ഡിക്ഷണറിയിലേ ഇല്ല. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ നീ പോയിക്കോ. 3ാമത്തെ വിശേഷം പോയി. ബാല, യു ആർ ലക്കി ബാല. നമ്മൾ 2 മാത്രമേ ഉള്ളൂ. 50 രൂപ നിനക്കും 50 രൂപ എനിക്കും. 1 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് പുറപ്പെടാം. നമ്മൾ അവിടെ എന്തുട്ടപ്പ ചെയ്യാ? അവളെ നമ്മൾ വലിച്ചു പുറത്തേക്കിട്ട് കുത്തി കൊന്നിട്ട് പോരും. ഇത്രേ ഉള്ളൂ. വളരെ നിസ്സാരാണല്ലേ? ആ, എടാ സബി, അത്ര നിസ്സാരാണ്. നീ ഒറ്റയ്ക്ക് പോയി കൊന്നിട്ട് വേടാ. എടാ ബാല, അപ്പൊ നീയും വരുന്നില്ലേ? എടാ ഞാൻ പറയണത് കേക്ക്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ചേട്ടൻ വീശണം വെച്ചാ ബാലൻ റെഡിയാ. അല്ല പിന്നെ ജോളിയാക്കാന്ന് വെച്ചാ അതിന് റെഡിയാ. നമുക്ക് ഇപ്പൊ ഉള്ള പണി തന്നെ ധാരാളാ. ബാല, കാശ് വേണേ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യടാ. 75 നീ എടുത്തോ, 25 മതി എനിക്ക്. ആ, അല്ല 85 നീ എടുത്തോ, 15 മതി എനിക്ക്. ആ, ഒരു കാര്യം ചെയ്യ്, 90 നീ എടുത്തോ, എനിക്ക് 10 മതി. ആ, അല്ലെങ്കിൽ മുഴുവനും നീ എടുത്തോ, 1 ലക്ഷം രൂപ. എന്താണെങ്കിലും നീ ഒന്ന് സമ്മതിക്കും ബാല. കൈയെടുക്കണോ?
കൈ എടുക്കണോ ഷബി? ഒരു പൂശ വെച്ചോണ്ടല്ലോ പോയിക്കണോ പോത്തെ. നീയും വരില്ലല്ലടാ. കല്ലൂർക്കാരൻ പറക്കി ഒരുത്തിന് സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോവാം, ഒറ്റയ്ക്ക് അവളെ കൊല്ലും. 10 ലക്ഷം രൂപ വാങ്ങിക്കുകയും ചെയ്യും. 10 ലക്ഷം? പത്തല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ 10. 1 സത്യം 1